നീ അങ്ങോട്ട് നോക്കി. ഞാൻ മൂന്നാലയുടെ മുകളിൽ നിന്ന് രണ്ടാം നിലയുടെ പുള്ളിലേക്ക് ചാടി എന്ന് പറഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കേണ്ട കാര്യമില്ല. എന്താടാ പിന്നെ? അല്ല എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? പക്ഷെ അത് കണ്ടല്ലോ. എന്ത് കണ്ടു? ഇങ്ങനെ ടിവിയില് ഒരു ഒറ്റ വിഷയം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? ഞാൻ ഇപ്പോഴും വാദിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് ഈ ചാനലിൽ മൊത്തം കാണിച്ചു തരാം. ഞാൻ മൂന്നാം നിലയുടെ മുകളിൽ നിന്ന് രണ്ടാം നിലയുടെ പുള്ളിലേക്ക് ചാടുന്ന വിഷയം കാണിച്ചു തരാൻ പറ്റും. ഓഹോ, നീ സ്വയം നിയന്ത്രിച്ചു നിന്നതല്ലേ? ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. എന്തോ ഓടിപ്പോണ പോലത്തെ അതാ എന്തോ ഓടിപ്പോണ വിഷയം കണ്ടു. ചാടി പുള്ളിലേക്ക് വരുന്ന വിഷയം കണ്ടിട്ടില്ലല്ലോ. ശരിയല്ലെന്ന് എടോ, ശരിയല്ലെങ്കിൽ ശരിയെന്ന് പറയണോ? ശരിയാ ശരിയാ ശരി. പിന്നെന്താ പ്രശ്നം? ഇല്ലെന്ന് തോന്നുന്നു. ഇല്ലെന്ന് തോന്നുന്നു. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ പറഞ്ഞ എന്താ? അങ്ങനെ അല്ല, മറ്റേ സ്ക്രോള് പോയത് വെച്ചിട്ട് നമുക്ക് പറയാം. സ്ക്രോള് പോകുന്നത് കാഴ്ചയല്ലല്ലോ. അല്ല. അങ്ങനെ എന്തൊക്കെ എഴുതി കാണിക്കും. CD തപ്പി കോയമ്പത്തൂരിൽ പോയി എന്നൊക്കെ എഴുതി കാണിക്കും. നമ്മൾ ഈ വാർത്ത കാണുമ്പോ അത് അങ്ങനെ എടുത്ത് മുഴുകേണ്ട കാര്യമില്ല. വാർത്തകളെല്ലാം സത്യമല്ല. അതെ, ശരിയാ. ഏത് ശരി? നീ ഏതെങ്കിലും ഒന്ന് പറ. അല്ല, ഗോവിന്ദൻകുട്ടി പറയുന്നതാ ശരി, പക്ഷെ മഹാദേവൻ പറയുന്നതാ ശരി. അത് ഓരോരുത്തരുടെ അഭിപ്രായങ്ങളാ, ഓരോരോ വിഭാഗങ്ങളുടെ. അതും നമ്മൾ ചിന്തിച്ച് കണ്ടെത്തണം. എന്ത് സത്യം എന്താണെന്ന്. സത്യം എന്താണെന്ന് കണ്ടെത്തേണ്ടത്. എന്തായിരിക്കും, എത്രത്തോളം സത്യം ഉണ്ട്, എത്രത്തോളം നുണയുണ്ടെന്ന്. அப்போ நான் பொட்டனா? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? നമുക്ക് അടിനാശം വെള്ളപ്പൊക്കത്തിലോട്ട് പറയണേ. ഞാനത് ചോദിക്കരുതായിരുന്നു. ഞാൻ പോട്ടാ. ചുമ്മാ പോണം, ധൈര്യമായിട്ട് പോണം. ശരി.